അപ്പോ എന്നെ പരിചയപ്പെടുത്തി അർജുൻ, സ്വദേശം തൃശ്ശൂര്, 4.5 കൊല്ലമായിട്ട് ഇന്ന് ഈ ഒരു പൊസിഷനിലേക്ക്, സ്റ്റാർ എംറാൻ എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് എത്തി നിൽക്കുന്നു. യാത്ര ഇനിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അധികം സമയങ്ങളൊന്നും എടുക്കുന്നില്ല. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് ചെറുതായിട്ട് ഒന്ന് ചിന്തിക്കാനും കൂടിയുണ്ട്. അപ്പോ അലാവുദ്ദീൻ ആൻഡ് അത്ഭുത വിളക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കഥ അല്ലെ, നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. അപ്പോ ഈ കഥയില് ഏറ്റവും നിർണായകമായിട്ടുള്ള, ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് അത്ഭുത വിളക്ക്. അത്ഭുത വിളക്കിന് ഒരു സിദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വിഷുകൾ നമുക്ക് ചോദിക്കാം അല്ലെ. അത് ഉരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ജീനി വരും. ജീനിയോട് 3 വിഷുകൾ ചോദിക്കാം. 3 ആഗ്രഹങ്ങൾ മാത്രമേ ജീനിയോട് പറയാൻ പറ്റൂ. അപ്പോ ഒരു 3 ആഗ്രഹം കഴിഞ്ഞ് 4-മത്തെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് സാധിക്കാൻ സാധിക്കില്ല. കാരണം അത്രയും തെരഞ്ഞെടുത്ത് ഇത്രയും ആഗ്രഹങ്ങൾ ഉള്ള ഒരു മനുഷ്യനോട് 3 ആഗ്രഹങ്ങളെ പറയാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ മനുഷ്യനൊക്കെ കൊഴിഞ്ഞു പോകൂലേ. അപ്പൊ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് 2000-ല് നമ്മൾ കൊണ്ടുവന്നതാണ് നമ്മുടെ അത്ഭുത വിളക്കായിട്ടുള്ള RCM. ഇത് നിങ്ങൾ എത്ര വട്ടം ഉരച്ചോളൂ, ഒരിക്കുന്നതിന്റെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് പോവണി. ഞാൻ ഇതിനെ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മാജിക് ലാമ്പ് ആയിട്ടാണ്. കാരണം ഓരോ വട്ടവും സ്നേഹത്തോടെയും വളരെ എന്താ പറയാ അഭിമാനത്തോടു കൂടിയിട്ടും വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് RCM എന്ന ഒരു എംബ്ലത്തിൽ ഒന്ന് തലോടി കഴിഞ്ഞ് നമ്മുടെ ആഗ്രഹം മനസ്സുരുകി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വട്ടവും അത് സാധ്യമാക്കി തരുന്നുള്ളത് നമ്മുടെ ജീവിത പാഠത്തിൽ നിന്ന് തന്നെ പഠിക്കാനുണ്ട് അല്ലെ. ഓരോരുത്തരുടെയും ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അത്ഭുത വിളക്ക് നമുക്ക് ഇത്രയും കാലഘട്ടത്തിനിടയിൽ വെച്ചിട്ട് ഈ ഒരു 20 കൊല്ലം 2000-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ 2024 എത്തി നിൽക്കുമ്പോൾ ഈ 24 കൊല്ലത്തിൽ എന്തൊക്കെ തന്നു എന്നുള്ളത് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. അപ്പോ വാട്ട് ഡസ് RCM ഡു ഫോർ യു അല്ലെ, വാട്ട് RCM ഡസ് ഫോർ യു, എന്താണ് RCM നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇത്ര കാലമായിട്ട് ചെയ്തത്. അപ്പൊ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇനി ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ കീപ്സ് യുവർ ഹെൽത്ത് ഇൻ ചെക്ക് ആൻഡ് റെഡ്യൂസസ് യുവർ മെഡിക്കൽ ബിൽ. സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനും അത് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനും നമ്മുടെ മെഡിക്കൽ ബില്ലിനെ തടയാനും, അതായത് കുറയ്ക്കാനും, അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തലാക്കാനും ഇന്ന് RCM ഈ ഒരു പ്രസ്ഥാനത്തിന് സാധിക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടുന്നത് മെഡിക്കൽ ബില്ല് കൂടുമ്പോഴാണ്. ശരിയല്ലേ? മെഡിക്കൽ ബില്ല് കൂടുമ്പോൾ നമ്മുടെ സാമ്പത്തിക ശേഷി മാത്രമല്ല ബുദ്ധിമുട്ടിലാവുന്നത്, മാനസിക രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വേറെ നമുക്ക് വരുന്നുണ്ട്. ഈ സമ്മർദ്ദം നമുക്ക് പല രീതിയിൽ ഒരു ഡിപ്രഷൻ ആയിട്ട് മാറുന്നു. അതിന് വീണ്ടും ചികിത്സ തേടുന്നു, വീണ്ടും അതിന് മരുന്ന് കഴിക്കുന്നു, സൈഡ് എഫക്ട് ഉണ്ടാവുന്നു, വീണ്ടും അടുത്ത അസുഖത്തിലേക്ക് പോകുന്നു. ഇതൊരു സൈക്കിളായിട്ട്, റിപ്പീറ്റഡ് സൈക്കിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് തീർച്ചയായിട്ടും വരുമാനം വേണം. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തുക, അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഒരു സമ്പാദ്യം, ഇതൊക്കെ നമുക്ക് വേണം. എല്ലാം നമുക്ക് വേണം. നമുക്ക് എൻജോയ്മെന്റ് വേണം, നമുക്ക് ടൂർ വേണം, ഇതൊക്കെ വേണം. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആരോഗ്യം വേണം. ആ ആരോഗ്യം എവിടുന്ന് കിട്ടും? നല്ല ഭക്ഷണത്തിൽ നിന്ന് കിട്ടും. ആ നല്ല ഭക്ഷണം എവിടുന്ന് കിട്ടും? RCM എന്ന് കിട്ടും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കണം, 24 കൊല്ലമായിട്ട് ഒരു കമ്പനി ഒരു പരസ്യമോ ഒരു ഫ്ലെക്സ് ബോർഡോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അംബാസഡറോ ഇല്ലാതെ ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റികളിൽ മാത്രമാണ് ആ കമ്പനിയുടെ ഫുൾ ആയിട്ടുള്ള ജീവാംശം ഇരിക്കുന്നത് അല്ലെ. ആ പ്രൊഡക്റ്റുകൾ സംസാരിച്ചു തുടങ്ങി. ആ പ്രൊഡക്റ്റുകൾ സംസാരിച്ചപ്പോൾ നമ്മൾ ആ കിട്ടിയ എക്സ്പീരിയൻസിനെ മറ്റാളിലേക്ക് എത്തിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് എത്തിച്ചതിന്റെ കെയർ ഓഫിൽ തന്നെ ഇന്ന് 4 കോടി ജനങ്ങൾ ഇന്ന് RCM ഉണ്ട് ഇന്ത്യയിൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും ആദ്യമായിട്ട് ഈ കഴിഞ്ഞ 24 കൊല്ലത്തിനിടയിൽ RCM നിങ്ങൾക്ക് തന്നൊരു കാര്യം ആരോഗ്യം തിരിച്ചു തരിക എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ അനായാസമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിത രീതി അനുസരിച്ചിട്ട് എത്രയോ സ്പീഡോട് കൂടിയിട്ട് അല്ലെങ്കിൽ എത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകാൻ പറ്റുന്ന ഒരു സാധനമാണ് ആരോഗ്യം. അത് നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. അതോട് കൂടിയിട്ട് നമ്മുടെ മെഡിക്കൽ ബില്ലിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഏത് മേഖല വേണമെങ്കിലും എടുത്തോളൂ. ഇപ്പൊ നമ്മൾ ആരോഗ്യത്തിൽ തന്നെ ഇന്ന് പല സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടല്ലോ. പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ഡോക്ടർ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പല ഇപ്പൊ ബോൺ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അപ്പൊ ബോൺ ഇഷ്യൂസിനെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് മുട്ടുവേദന അല്ലെ, ജോയിന്റ്സിന്റെ അവിടെയുള്ള പെയിൻ. ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു വില്ലൻ എന്ന് പറയുന്നത് ഷുഗറാണ്. അപ്പോ ആ ഷുഗർ നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതേപോലെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പോഷകാഹാരങ്ങൾ എടുക്കാത്തതിന്റെ പ്രശ്നങ്ങളും കാരണം ഇന്ന് നമുക്ക് മുട്ട് തേയ്മാനം അല്ലെങ്കിൽ എല്ല് തേയ്മാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു പരിഹാരമായിട്ട് എന്താണ് നമുക്ക് RCM തരുന്നത്? RCM ന്യൂട്രിചാർജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. PVMFO പ്രോട്ടീൻ, കറക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ നമുക്കുണ്ട്. പ്രോഡൈറ്റ് ഉണ്ട്, നമുക്ക് ഓൾ പ്രോ ഉണ്ട്, ബനാന കാരമൽ ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള പ്രോട്ടീനുകൾ നമുക്കുണ്ട്. വൈറ്റമിൻസും മിനറൽസും നമുക്ക് മെന്നിൽ നിന്ന് കിട്ടുന്നുണ്ട്, വുമണിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഫൈബർ ഉള്ള വസ്തുക്കൾ ഓൾറെഡി നമുക്ക് ഉണ്ട്. നമ്മുടെ ആട്ടയിൽ ഫൈബർ ഉണ്ട്. അതുപോലെ നമ്മുടെ ഡെയിലി FMCG ഉൽപ്പന്നങ്ങൾ തന്നെ ഇതുണ്ട്. ഇതിന്റെ കൂടെ എന്താണ്? ഒമേഗ 3 നമുക്ക് വെജ് ഒമേഗ ആയിട്ട് കമ്പനി തരുന്നുണ്ട്. പ്ലസ് എന്താണ്? അതിന്റെ കൂടെ ഗാമോറസിനോൾ. അപ്പൊ ഒരു ബോൺ ഇഷ്യൂ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ കമ്പനി ഓൾറെഡി സജ്ജീകരിച്ചു
ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ. PVMFO പ്ലസ് ഗാമ ഒറിജിനോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്താണ് ആ എല്ലുവേദനയ്ക്ക് അല്ലെങ്കിൽ ആ മുട്ട് തേയ്മാനത്തിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള BJ 2 ആഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കുക. സോ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്തത്. അടുത്തതാണ് ഹാർട്ട് പ്രോബ്ലം. ഹാർട്ട് പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്ത് കൊടുക്കാം? നമ്മുടെ തവിടെണ്ണ കൊടുക്കാം അല്ലെ. 36 അസുഖങ്ങൾക്ക് മരുന്നും പ്രതിരോധമായിട്ട് ഉപയോഗിക്കുന്ന ഈ എണ്ണ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ന്യൂട്രിചാർജ് മെന്നോ വുമണോ, ആണാണോ പെണ്ണാണോ എന്നനുസരിച്ചിട്ട് അത് കൊടുക്കാം. വെജൊമേഗ നമ്മുടെ കൊടുക്കാം, ഗാമ ഒറിജിനോൾ കൊടുക്കാം, S5 കൊടുക്കാം, പിന്നെ നമ്മുടെ കയ്യിലുള്ള പ്രോട്ടീൻ അതും കൊടുക്കാം. ഏത് പ്രോട്ടീനും ആയിക്കോട്ടെ, നമ്മുടെ പ്രോഡക്റ്റ് ആവാം, കൊക്കോ പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ സ്ട്രോബെറി പ്രോഡക്റ്റ് ആയാം, ഓൾ പ്രോ ആയിരിക്കാം, ബനാന കാരമൽ ആയിരിക്കാം, ഏത് തരത്തിലുള്ള പ്രോട്ടീൻ വേണമെങ്കിലും നമ്മുടെ കമ്പനിയിലുള്ളത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഹൃദയസംബന്ധമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തികൾക്ക് ഈ പറഞ്ഞ 6 കാര്യങ്ങൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് അവരുടെ ആ ഒരു സമയത്ത് അത്യാവശ്യമായിട്ട് അവർക്ക് വേണ്ടത് എന്താണോ അവരുടെ വരുമാനം കണക്കിലെടുത്തിട്ട് അവരുടെ ഇപ്പോഴത്തെ മെഡിക്കൽ ചെലവുകൾ കണക്കിലെടുത്തിട്ട് നമ്മൾ അവർക്ക് റെക്കമെൻഡ് ചെയ്ത് പതിയെ 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 അവരിലേക്ക് ആരോഗ്യം എത്തിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ബോൺ ഇഷ്യൂ കഴിഞ്ഞു, അടുത്തതാണ് ഹാർട്ട് പ്രോബ്ലം ആണ്. അതും കഴിഞ്ഞിട്ട് അടുത്തതാണ് കിഡ്നി പ്രോബ്ലം അല്ലെ. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് ഈ ഒരു സെഗ്മെന്റിലാണ്, കിഡ്നി ട്രബിൾ. കിഡ്നി ട്രബിൾ ഉള്ള വ്യക്തികൾക്ക് എന്ത് കൊടുക്കാം? ഗിലോയ് തുളസി കൊടുക്കാം, വെജൊമേഗ കൊടുക്കാം, ഗാമോറിജിനോൾ കൊടുക്കാം, അലോവേര കൊടുക്കാം. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഗിലോയ് തുളസി, വെജൊമേഗ, ഗാമോറിജിനോൾ ആൻഡ് അലോവേര. എന്താ ഗിലോയ് തുളസി? ചിറ്റമൃതത്തിന്റെ സത്ത് അടങ്ങിയിട്ടുള്ളത്. വെജൊമേഗ എന്താണ്? നമുക്കറിയാം omega-3, അതും വീഗൻ പ്രൊഡക്റ്റ് ആണ്, നോൺ വെജ് അല്ല, വീഗൻ പ്രൊഡക്റ്റ് ആണ്. ഗാമോറിജിനോൾ 160 mg DL വരുമ്പോൾ ഒരു ഡോക്ടർ സാധാരണഗതിയിൽ ഒരു രോഗിക്ക് കൊളസ്ട്രോളിന് വേണ്ടി മരുന്ന് കൊടുക്കേണ്ട സ്ഥാനത്ത് അദ്ദേഹം പറയും നിങ്ങൾക്ക് ഇപ്പൊ കൊളസ്ട്രോൾ ഇല്ല. ലോകാരോഗ്യ സംഘടന പറയുന്നത് 160 mg DL മേലെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ചികിത്സിക്കണം എന്നാണ് പറയാ, ബോർഡർ കഴിഞ്ഞു പോയി എന്നാണ് പറയാ. പക്ഷെ ഡോക്ടർ അത് 190 mg DL ആവാൻ കാത്തു നിൽക്കുന്നു മാത്രമല്ല, അതായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിൻ നിന്ന മരുന്ന് തരും. സ്റ്റാറ്റിൻ നിന്നുള്ള മരുന്ന് 16 തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കും. അതിനെ ചികിത്സിക്കാൻ 16 തരത്തിലെ ഡോക്ടറെ കാണണം. അങ്ങനെ 16 തരത്തിലെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമ്മുടെ 16 അടിയന്തരം നടക്കും. ഇതാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അടുത്തതാണ് അലോവേര. അലോവേര നമുക്കറിയാം അല്ലെ, നമുക്ക് തലയിൽ തേക്കാനായിക്കോട്ടെ, നമ്മുടെ ഉള്ളിലേക്ക് കൺസ്യൂം ചെയ്യാനായിക്കോട്ടെ ഏറ്റവും നല്ലതാണ്. ഷുഗറിലെ പേഷ്യൻസിനൊക്കെ ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് അലോവേര. ഡയബറ്റീസ് അല്ലെ, ഡയബറ്റീസിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കൊടുക്കാം? ഹെൽത്ത് ഗാർഡ് ഓയിൽ കൊടുക്കാം, മെന്നോ വുമണോ ആണോ സ്ത്രീയോ അനുസരിച്ചിട്ട് കൊടുക്കാം, വെജൊമേഗ കൊടുക്കാം, ഗാമോറിജിനോൾ കൊടുക്കാം, ഗിലോയ് തുളസി കൊടുക്കാം, ഗ്ലൈസം പ്രോഡൈറ്റൻ ടാബ്ലറ്റ് കൊടുക്കാം. അടുത്തതാണ് അലോവേര. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡയബറ്റീസ് രോഗികൾക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഏത് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് ചെന്നാലും അവർ എഴുതി തരുന്ന മരുന്നിനേക്കാളും പവറോട് കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു ഡോക്ടറെ കാണുമ്പോൾ അവിടെ എഴുതി തരുന്ന മരുന്ന് ഇപ്പൊ ശരീരം പുറത്ത് വിടുന്ന അല്ലെങ്കിൽ ശരീരത്തിന് നിവൃത്തികേട് കാരണം ഈ ഉള്ളിലുള്ള ടോക്സിൻസ് എങ്ങനെയെങ്കിലും പോകണം എന്ന് ആഗ്രഹിച്ച് പുറത്തേക്ക് വിടുന്ന പല കാര്യങ്ങളും സബ്മേഴ്സ് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ മരുന്ന് എഴുതുന്നതെങ്കിൽ ഇവിടെ ആ റൂട്ടീൻ നടന്നു പോയിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകാഹാരങ്ങളെ കറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ തന്നെ ബോഡി ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കുന്നു? നോർമലൈസ് ആയിട്ട് മാറുന്നു. അപ്പൊ കിഡ്നി പ്രോബ്ലം നമ്മൾ പറഞ്ഞു, ഡയബറ്റീസ് പറഞ്ഞു, ഇനി അടുത്തത് എന്താണ്? ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ഹെൽത്ത് ഗാർഡ് ഓയിൽ കൊടുക്കാം, മെൻ ആൻഡ് വുമൺ കൊടുക്കാം, വെജൊമേഗ, ഗാമ, S5, എനി കൈൻഡ് ഓഫ് പ്രോട്ടീൻ. ഇനി തൈറോയിഡിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഹെൽത്ത് ഗാർഡ്, മെൻ ഓർ വുമൺ, വെജൊമേഗ, ഗാമ, S5. കിഡ്സ് വളരെ നല്ലതാണ്. ആൻഡ് സോ ഈസ് കേസർ പിസ്ത. പ്രൊവൈഡ് ഇപ്പൊ കേസർ പിസ്തക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ അവരുടെ ഒരു ഇൻകം സ്റ്റാറ്റസോ അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ അത് വാങ്ങാൻ പറ്റുന്ന കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ആൻഡ് സഞ്ജീവനി പ്രാഷൻ നമുക്ക് ഡെയിലി 2 നേരം വെച്ച് കഴിക്കാൻ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തൈറോയ്ഡ് പേഷ്യന്റ് റെക്കമെൻഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യൻസിനും റെക്കമെൻഡ് ചെയ്യാം. നിങ്ങൾ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എന്നോട് ബന്ധപ്പെടാം. 8086633205 എന്നുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ഈ പ്രസന്റേഷൻ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അയച്ചു തരാം. ഓക്കെ, സോ ഹൈപ്പർ ടെൻഷൻ ആൻഡ് തൈറോയിഡ്. അടുത്തതാണ് കഫ് കോൾഡ് ഫീവർ. നമുക്കറിയാം ഇപ്പൊ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന പ്രശ്നമാണ്. അപ്പൊ അല്ലെ, കുട്ടികളെ സംബന്ധിച്ച് അലർജി സംബന്ധമായ അസുഖങ്ങൾ വളരെ കൂടുതലാണ്. അപ്പൊ അവർക്ക് 10ഓളം പച്ചമരുന്ന് അടങ്ങിയിട്ടുള്ള 49 ന്യൂട്രിയൻസ് അടങ്ങുന്ന കിഡ്സ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഡേ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. കഫം അല്ലെങ്കിൽ ജലദോഷമൊക്കെ അമിതമായുള്ള സമയത്ത് പാലിൽ കലർത്തി കൊടുക്കാൻ പറ്റാതെ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇളം ചൂടുവെള്ളത്തിലൊക്കെ കൊടുക്കുകയാണ് നല്ലത്. ആസ്മ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചും കിഡ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ഇളം ചൂടുവെള്ളത്തിലിട്ട് കൊടുക്കുകയാണ് നല്ലത്. വെജൊമേഗ കൊടുക്കാം,
S5 കൊടുക്കാം, പഞ്ചതുളസി നമുക്ക് കൊടുക്കാം. ഒരു 3 ഡ്രോപ്പിനപ്പുറം പോവാതിരിക്കുകയാണ് പരമാവധി നല്ലത്. കാരണം അതിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അത് ഇത്തിരി ഹെവി ആയിരിക്കും. ചില സമയങ്ങളിൽ ചുണ്ട് നമുക്ക് നീറാനുള്ള സാധ്യതയുള്ളത് വേറൊന്നും കൊണ്ടല്ല, കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ കൂടുന്നതുകൊണ്ടാണ്. ആൻഡ് ഗിലോയ് തുളസി അവിടെ കൊടുക്കാം, സഞ്ജീവനി പ്രാഷ് നമുക്ക് കൊടുക്കാം, സ്ക്രഞ്ച് കേസർ തണ്ടയിലെ നമ്മൾ പല കടകളിലും പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ബാക്കി വരുന്ന ഒന്നാണ് കേസർ തണ്ട. കാരണം അത് വേണ്ട രീതിയിൽ ആൾക്കാർ ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള മിറാക്കുലസ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന്, എസ്പെഷ്യലി സോർ ത്രോട്ടിന്, തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു കരകരപ്പുണ്ട് അല്ലെങ്കിൽ ഒരു കിച്ച് ഉണ്ടെങ്കിൽ നല്ലതാണ്, ഏറ്റവും നല്ലതാണ് കേസർ തണ്ട എന്ന് പറയുന്നത്. അപ്പൊ അത് കഫ്, കോൾഡ്, ഫീവർ ഈ 3 കാറ്റഗറിയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കൊടുക്കാമെങ്കിൽ നമുക്ക് ഇൻഡൈജഷൻ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. അതായത് നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ പ്രശ്നങ്ങൾ, 9 തരത്തിൽ അസുഖങ്ങൾ അങ്ങനെയുണ്ട്, പുളിച്ചു തേട്ടലും അതേപോലെ തന്നെ നമുക്ക് അൾസറോകൊളിറ്റിസ്, ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡുകൾ, നമ്മുടെ സ്ലീപ്പിംഗ് ഹാബിറ്റ്സ്, നമ്മുടെ ട്രാവലിംഗ്, ഇതൊക്കെ അതിനെ കാരണമാക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ ഉറക്കം ശരിയല്ലെങ്കിൽ പോലും നമ്മുടെ വയറിലെ പ്രശ്നങ്ങളെ ബാധിക്കും. സോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് പൊതുവേ ഭക്ഷണത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു വരും. ഇങ്ങനത്തെ ഒരു കാരണവശാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഹെൽത്ത് ഗാർഡ് ഓയിൽ. നമുക്കറിയാം 9ഓളം ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള വണ്ണാണ് ഹെൽത്ത് ഗാർഡ് എന്ന് പറയുന്നത്. അൾസറിന് ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ്. ആൻഡ് അഗ്നിസന്ദീപൻ, ഇപ്പോൾ തീരെ വിശപ്പില്ലാത്ത വ്യക്തികളാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് അത് റെക്കമെൻഡ് ചെയ്യാം. ജൽജീര, ജനറലി നമുക്ക് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ഉടനടി ഒരു ആശ്വാസം കിട്ടും. ഹജ്മാഗോലി നമുക്കറിയാം, ഹിങ്പേടയുണ്ട്, അനാർദാനി ഉണ്ട്, ഗാമയുണ്ട്, അലോവേര ജ്യൂസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ലോ അപ്പറ്റൈറ്റ്, ഇൻഡൈജഷൻ, ഗ്യാസ്, കോൺസ്റ്റിപ്പേഷൻ, ഇതെല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തതാണ് ഇൻഫെർട്ടിലിറ്റി അല്ലെ. ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കൾച്ചർ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഈ ഒരു ഇൻഫെർട്ടിലിറ്റിനെ മാറ്റാൻ എന്ത് വേണം? ശരിയായിട്ട് സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരത്തിലേക്ക് ചെല്ലേണ്ട മിനറൽസ് ആയിക്കോട്ടെ, വൈറ്റമിൻസ് ആയിക്കോട്ടെ, ഇതിന്റെ അളവ് കൂട്ടിയാൽ മതി. അപ്പൊ ഹെൽത്ത് ഗാർഡ് ഓയിൽ കൊടുക്കുക, മെൻ ആൻഡ് വുമൺ കൊടുക്കുക, വെജൊമേഗ, ഗാമ, ഓൾപ്രോ വിത്ത് ഗെയിനർ നല്ലൊരു റെമഡിയാണ്, സഞ്ജീവനി പ്രാഷ്, അതുപോലെ തന്നെ അനാർദാനം. ഈ കാര്യങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി നേടുന്ന സ്ത്രീകളും അതേപോലെ തന്നെ പുരുഷന്മാർക്കും നമുക്ക് കൊടുക്കാം. അടുത്തതാണ് ക്യാൻസർ. ക്യാൻസർ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയക്കുന്ന ഒരു രോഗമാണ്. എത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ ആ ഭയം കൂടുന്നു അത്രത്തോളം രോഗത്തിന്റെ ശക്തിയും കൂടും. ആ ഭയത്തെ ഇല്ലാതാക്കണമെങ്കിൽ ശരിയായ രീതിയിലുള്ള പോഷകാഹാരം നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നാലാണ് ശരീരത്തിന് ഒരു ഉണർവുണ്ടാവുള്ളൂ. ആ ഉണർവുണ്ടാവുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവുള്ളൂ. അതിനെ തിരിച്ച് നമുക്ക് ഒരു എനർജിയോട് കൂടിയിട്ട് നമുക്ക് തിരിച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. സോ ഹെൽത്ത് ഗാർഡ് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. മെൻ ആൻഡ് വുമൺ, വെജൊമേഗ, ഗാമ, S5, കേസർ പിസ്ത ആൻഡ് റിഫ്രഷർ. ഏകദേശം 6 മാസത്തോളം എക്സ്റ്റെൻഡഡ് ലൈഫ് റിഫ്രഷർ കൊടുത്ത് മാത്രം കിട്ടിയ ഒരു ലേഡീനെ എനിക്കറിയാം. അവരിപ്പോ ഇല്ല, നിർഭാഗ്യവശാൽ അവരില്ല. പക്ഷെ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിച്ചൊരു എക്സ്റ്റെൻഡഡ് ലൈഫ് ഗ്യാരണ്ടി അവർക്ക് കിട്ടി. കീമോന്റെ സമയത്തൊക്കെ നമ്മൾ നേരിടുന്ന ക്ഷീണത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മാതൃനാരങ്ങയുടെ സത്ത് അടങ്ങിയിട്ടുള്ള റിഫ്രഷർ, നമ്മുടെ എനർജി ഡ്രിങ്ക്. അപ്പൊ കേസർ പിസ്ത ഏറ്റവും നല്ലതാണ്. S5, ഗാമ, വെജൊമേഗ, മെൻ, വുമൺ ആൻഡ് ഹെൽത്ത് ഗാർഡ്. അപ്പൊ ക്യാൻസർ രോഗികൾക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്, ഒരു റേഞ്ചാണ് നമ്മളിപ്പോ കാണുന്നത്. ഇനി അടുത്തതാണ് ഒബിസിറ്റി, അമിതവണ്ണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാര് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഒബിസിറ്റി. കാരണം കൂടുതൽ കൺസംഷൻ വരുന്നത് പുറമേയുള്ള ഭക്ഷണത്തിൽ നിന്നാണ്. പുറമേയുള്ള ഭക്ഷണത്തിൽ നിന്നുള്ള കൺസംഷൻ കൂടുന്നുണ്ടെന്ന് മാത്രമല്ല, ശരീരത്തിന് വേണ്ട രീതിയിൽ എക്സസൈസ് ഇല്ലാതെ ആകുമ്പോൾ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ ഇല്ലാതെ ആകുമ്പോൾ, ഉള്ളിൽ ചെല്ലുന്ന സോഡയുടെ അളവ് കൂടുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വലിയൊരു കാരണമായിട്ട് മാറും. അപ്പൊ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് മാത്രമല്ല, ശരിയായിട്ടുള്ള ഉറക്കമില്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടാവാനുള്ള സാധ്യതയും അതിലൂടെ വരും. സോ PVMFO വീണ്ടും മെൻ ഓർ വുമൺ, അതേപോലെ തന്നെ അവർക്ക് വേണ്ട പ്രോട്ടീൻ കറക്റ്റ് ആയിട്ടുള്ള റിക്വയർഡ് മാത്രയിൽ കൊടുക്കുക. ഒമേഗ കറക്റ്റ് ആയിട്ട് അവിടെ ഉള്ളിലേക്ക് ചെല്ലണം. പ്ലസ് ഗാമ രാവിലെയും വൈകിട്ടും. അത് കഴിഞ്ഞൊരു 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? SNF അവർക്ക് സജസ്റ്റ് ചെയ്യുക. സോ ഒബിസിറ്റി അടങ്ങുന്ന വരെയുള്ള പ്രശ്നങ്ങളെ കവറപ്പ് ചെയ്യാൻ ഇന്ന് RCMൽ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും രോഗങ്ങളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു അല്ലെ. ഒബിസിറ്റി ഒരു രോഗമല്ല, ഒരു ലക്ഷണമാണ്. രോഗത്തിലേക്കുള്ള ഒരു ലക്ഷണം, ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മാത്രം തന്നെയാണ് ഒബിസിറ്റി അല്ലെ. പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞത് സിവിയർ ആയിട്ടുള്ള അസുഖങ്ങളാണ്. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് FMCG, ഡെയിലി ഉപയോഗിക്കുന്ന FMCG ഉൽപ്പന്നങ്ങൾ തൊട്ട് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് വരെ ഇന്ന് RCM കൊടുക്കുന്നുണ്ട്. സോ പ്രാഥമിക ഘട്ടത്തിൽ RCM ചെയ്യുന്ന കാര്യം എന്താ? നമ്മുടെ ജീവിത ചെലവിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുകയാണ്. അപ്പൊ നമുക്ക് തീരെ ആരോഗ്യം ഇല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യില്ല. കാരണം എന്താ? നമുക്ക് ആരോഗ്യമില്ല. പക്ഷെ നമുക്ക് ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ കാര്യം നമ്മൾ നല്ല എനർജിയോട് കൂടി ചെയ്യുന്നത് മാത്രമല്ല, ചിലപ്പോൾ അടുത്ത ദിവസത്തേക്ക് വെച്ചിരുന്ന ഒരു കാര്യം വരെ നമ്മൾ ഈ ദിവസം ചെയ്യും. അതുകൊണ്ട് സമയലാഭം,
എഫേർട്ട് നമ്മൾ ഇടുന്നത് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഒരു പക്ഷെ അതിലൂടെ നിങ്ങളുടെ വരുമാനം കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ ഇന്ന് എനിക്ക് ഒരു 4-5 പേരെ കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും എനിക്ക് തീരെ വയ്യ, എനിക്ക് തല പൊക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, എന്റെ ആരോഗ്യസ്ഥിതി മോശമാണ്. അപ്പൊ എന്തുണ്ടാവുന്നു, 3 പ്രോസ്പെക്ട് ഇല്ലാതെയാവുന്നു. സോ ഏതൊരു കാര്യം എടുത്താലും, എത്ര വലിയ ബിസിനസ്മാൻ ആയിക്കോട്ടെ, ഏതൊരു നല്ല ജോലിക്ക് പോകുന്ന ആളായിക്കോട്ടെ, ഏത് കോളേജിൽ പഠിക്കുന്ന കുട്ടി ആയിക്കോട്ടെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ആയിക്കോട്ടെ, ഇതെല്ലാത്തിനും ഒരു പ്രൈമറി പുഷ് കിട്ടണമെങ്കിൽ ഹെൽത്ത് നന്നാവണം. ആ ഹെൽത്ത് നന്നാക്കാനുള്ള ഏറ്റവും മികച്ച ഒന്നാണ് RCM നമുക്ക് തരുന്ന പ്രൊഡക്റ്റിന്റെ ശ്രേണി അത്രത്തോളം വലുതാണ്. സോ ഇതിനെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. RCM എന്ത് തരും ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളോട് RCM എന്നൊരു കൺസെപ്റ്റിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ പോലും, അവർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം പോലും അവർക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണ് ആരോഗ്യം. ആ ആരോഗ്യം ഇത്ര ഉൽപ്പന്നങ്ങളിലൂടെ മാറാ അസുഖങ്ങളെ മാറ്റാൻ വരെ റെഡി ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഒരു ബ്രഹ്മാസ്ത്രം പോലെ നമ്മുടെ കയ്യിലുണ്ട്. സോ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്പണിംഗ് എന്ന് മാത്രമല്ല, ഏറ്റവും ബെസ്റ്റ് രീതിയിലെ റിസൾട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തരുന്ന പ്രൊഡക്റ്റ് റേഞ്ച് നമുക്കുണ്ട്. സോ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ മെഡിക്കൽ ബില്ല് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇനി ഈ കഴിഞ്ഞ 24 കൊല്ലത്തിനിടയ്ക്ക് വെച്ചിട്ട് RCM വേറെ എന്താ നമുക്ക് തന്നെ, വേറെയാണ് സേവിങ്സ് ത്രൂ പർച്ചേസിങ്. വാങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് സേവ് ചെയ്യാനുള്ള ഒരു അവസരം അല്ലെ. നമ്മൾ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് പോയാൽ രാത്രി 10 മണിക്ക് കയറുന്ന ജീവനക്കാരെ എനിക്കറിയാം, ജോലിക്ക് പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇവരെ സംബന്ധിച്ച് ഇവര് ടയർലെസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടട്ടം കൂട്ടിമുട്ടാൻ വേണ്ടി. പക്ഷേ ഒരു മാസത്തിന്റെ അവസാനം അവരോട് ചോദിക്കാൻ, ഈ മാസത്തിന്റെ സേവിങ്സ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ എടുത്തു കാണിക്കാൻ ഒന്നുമില്ല, ഒരു ബിഗ് സീറോ മാത്രമേ ഉള്ളൂ. സോ ഈ സേവിങ്സ് ഒരു കടയിൽ പോയി സാധനം വാങ്ങുന്നതിലൂടെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ കാലത്ത് ഒരു അത്ഭുതമാണ്. അത് കഴിഞ്ഞ 24 കൊല്ലമായിട്ട് RCM കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം കുറച്ച് എഡീഷണൽ ബെനിഫിറ്റുകൾ ഈ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് RCM കൊണ്ടുവന്നിട്ടുണ്ട്. എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു കടയും ഒരു സാധാരണ ട്രഡീഷണൽ ഷോപ്പും RCM തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡില് ട്രഡീഷണൽ ഷോപ്പ്, അതായത് ഒരു പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കട. റൈറ്റ് സൈഡില് വണ്ടർ വേൾഡ് ക്യുക്ക്, PUC, അതേപോലെ തന്നെ വണ്ടർ വേൾഡ്, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ട്രഡീഷണൽ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു, നമുക്ക് 14, 15, 20 കൊല്ലമുള്ള ആൾക്കാരെ അറിയാം. ഇപ്പൊ എന്റെ അമ്മയുടെ വീട് എന്ന് പറയുന്നത് മുളന്താവാണ്. മുളന്താവില് എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടനുണ്ട്, വർഗീസ് ചേട്ടൻ. ഞാൻ കുഞ്ഞു കുട്ടിയാകുമ്പോൾ തൊട്ട് ഞാൻ കാണുന്നത് അദ്ദേഹത്തിന്റെ കട അവിടെ തന്നെയാണ്, അദ്ദേഹത്തിന്റെ ഡ്രസ്സും അത് തന്നെയാണ്, വേറെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ സെയിം ആണ്. മാറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല. കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്, കുട്ടികളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. പക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പൊ ഈ വ്യക്തിയുടെ നിന്ന് ഞാനൊരു 10-15 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് സാധനം വാങ്ങിയിട്ടുണ്ട്. ഈ 10-15 കൊല്ലത്തിനിടയിൽ വെച്ചിട്ട് ഒരിക്കൽ പോലും ഒരു സാധനം പോലും ഡിസ്കൗണ്ട് ആയിട്ട് തന്നിട്ടില്ല. പറ്റുബുക്ക് ഉണ്ടാവും, അത് വേറെ കാര്യം, അത് എന്തെങ്കിലും കൊടുക്കണം, തിരിച്ച് കടം കൊടുക്കണം, ശരിയല്ലേ. പക്ഷെ ഡിസ്കൗണ്ട് ആയിട്ട് ഇന്നേ വരെ ഇത്രയും കൊല്ലത്തെ പരിചയം ഉണ്ടായിട്ടും, ഇത്രയും കൊല്ലത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടും, റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടും അത് നമുക്ക് കിട്ടിയിട്ടില്ല. അത് എന്റെ കഥ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന 300-ൽ മേലുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും കഥയാണ്. നമ്മൾ 24 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് സാധനം മേടിക്കുന്ന ആളുണ്ടാവും, ഇന്നേ വരെ ഒരു രൂപയുടെ ഡിസ്കൗണ്ട് പോലും അവർ നമുക്ക് തരില്ല. പിന്നെ തന്നാൽ മതി കുട്ടപ്പേട്ട എന്ന് പറയും, പക്ഷെ പിന്നെ കൊടുക്കണം, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ ഒരു കമ്പനി ഫസ്റ്റ് പർച്ചേസിൽ തന്നെ ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടെന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഇത് വേറെ ഏത് കമ്പനിയെ പറയാം? ഫസ്റ്റ് പർച്ചേസ്, ഞാൻ പറഞ്ഞത് സെക്കൻഡ് പർച്ചേസോ തേർഡ് പർച്ചേസോ ഫോർത്ത് പർച്ചേസോ ഒന്നുമല്ല, ഫസ്റ്റ് പർച്ചേസിൽ തന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു കമ്പനി പറഞ്ഞു കൊടുക്കുകയാണ്. 220 രൂപ കൊടുത്ത് 1 ലിറ്ററിന്റെ തവിടെണ്ണ മേടിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് 163 രൂപയ്ക്ക് അത് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. പ്രൊവൈഡർ എന്താണ്, 2000 രൂപയുടെ സാധനം എടുത്താൽ മതി. ആലോചിച്ച് നോക്കണം, ഇന്നത്തെ കാലഘട്ടത്തില് ഒരു വീട്ടിലേക്ക് നമ്മൾ പലചരക്കും എല്ലാം കൂടി മേടിക്കണമെങ്കിൽ 6000-ന് മേലെ പോകും. ആ സമയത്ത് ഒരു കമ്പനി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 2000 രൂപയുടെ സാധനം എടുത്താൽ മതി, നിങ്ങൾക്ക് തരാൻ നമ്മൾ റെഡിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ല. ഈ കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ സാധാരണക്കാരും ഇന്ന് ഈ ബിസിനസ്സിലേക്ക് വരണമെന്നാണ്. അതുകൊണ്ടാണ് 2000 എന്നുള്ള ഒരു തുച്ഛമായിട്ടുള്ള ഒരു ബാരിയർ കമ്പനി വെച്ചിരിക്കുന്നത്. അപ്പൊ ഡിസ്കൗണ്ട് ഓൺ ഫസ്റ്റ് പർച്ചേസ് വണ്ടർ വേൾഡ് ക്യുക്കിലും കിട്ടുന്നുണ്ട്, PUCയിലും കിട്ടുന്നുണ്ട്, വണ്ടർ വേൾഡിലും കിട്ടുന്നുണ്ട്. നോ ഫ്രീ പ്രൊഡക്റ്റ്. ട്രഡീഷണൽ ഷോപ്പിൽ നമ്മൾ എത്ര കൊല്ലത്തെ പരിചയം ഉണ്ടെന്ന് വിചാരിച്ചാലും ആ കമ്പനി അനുവദിക്കുന്ന ഫ്രീ പ്രൊഡക്റ്റ് അല്ലാതെ ആ കടക്കാരന് ഒരു ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് തരാൻ പറ്റില്ല. കമ്പനി അനുവദിക്കുന്നത് എന്താ, 2 പേസ്റ്റ് മേടിച്ചാൽ 1 ബ്രഷ് ഫ്രീ, 4 സോപ്പ് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തേച്ചൊരച്ച് കഴുകാനുള്ള ഒരു സ്പോഞ്ച് ഫ്രീ, ഒരു സ്ക്രബ് ഫ്രീ. ഇതാണ് കമ്പനിയുടെ ഫ്രീ പ്രൊഡക്റ്റ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, കഴിഞ്ഞ 24 കൊല്ലത്തിനിടയിൽ വെച്ചിട്ട് കമ്പനി ഏറ്റവും
പവർഫുൾ ആയിട്ട് ഈ കഴിഞ്ഞ മെയിൽ കൊണ്ടുവന്ന ഒരു വണ്ടർഫുൾ മാജിക്കൽ ഐറ്റം ആണ്. എന്താണ്? ഓരോ 6 മാസവും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ ആനുപാതികമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. അതായത് ഒരു കൊല്ലത്തിൽ 2 വട്ടം കമ്പനി നമ്മുടെ ചെലവുകൾ എടുക്കാൻ റെഡിയാണ്. ഇപ്പൊ അടുത്ത മാസം ഓണം വരികയാണ്, കുറച്ച് പേർക്ക് അവിടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ആ മാസത്തെ ചെലവ് അതിലൂടെ കടന്നു പോകും. എന്ത് നല്ല സുന്ദരമായിട്ടുള്ള കൺസെപ്റ്റ് അല്ലേ? നമ്മളെ 15, 20, 40 കൊല്ലമായിട്ട് ബന്ധമുള്ള കടക്കാര് പോലും ഡിസ്കൗണ്ട് തരാത്തൊരു സാഹചര്യത്തിൽ ഇന്നൊരു കമ്പനി നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ഏതുവരെ 10,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് വരെ തരാൻ റെഡി. എന്താണ്? 5000 PV ചെയ്യുന്ന ആൾക്ക് 5000 DP ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. 5000 PV എന്ന് വെച്ചാൽ മിനിമം 10,000 രൂപയുടെ സാധനമാണ്. 10,000 രൂപയുടെ DP 10,000 രൂപയുടെ സാധനങ്ങൾ നമുക്ക് എടുക്കാം, ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കാം. അപ് ടു 10,000 ഉണ്ട്. അത് 12% തൊട്ട് ഒരു 5,000 PV വരെ നമുക്ക് DP റേറ്റിൽ സാധനം തിരിച്ചു കിട്ടും. ഓരോ 6 മാസം കഴിഞ്ഞ് 8ാമത്തെ മാസം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഒരു കൊല്ലത്തില് 2 വട്ടം നമ്മുടെ ജീവിത ചെലവിനെ കുറയ്ക്കാൻ ഈ കമ്പനി സഹായിക്കുന്നുണ്ട്. ഒരു ട്രഡീഷണൽ മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ അവരോട് ചോദിക്കുകയാണ്, ചേട്ടാ ഇത്രയും കൊല്ലമായിട്ട് പർച്ചേസ് ചെയ്തില്ലേ, എന്തെങ്കിലും ലോയൽറ്റി പോയിന്റ് വല്ല ക്യാഷ് അവാർഡ് എനിക്ക് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിരിക്കും, അവർ കളിയാക്കും. എന്ത്, ഇവിടെ ഇത്രയും ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട്, അവർക്കൊന്നും ഇല്ലാത്ത എനിക്ക് എന്തിനാ തന്നെ ചോദിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ക്യാഷ് അവാർഡും കിട്ടുന്നുണ്ട്. ഓരോ 6 മാസം കൂടി 8ാമത്തെ മാസം നമ്മുടെ പർച്ചേസ് കൂടുതലാണെങ്കിൽ കമ്പനി അത് കാണുന്നുണ്ടെന്ന് പറയുന്നത്. നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങുന്നതും നിങ്ങൾ ന്യൂട്രീഷൻ ആയിട്ട് ഉപയോഗിക്കുന്നതും നിങ്ങൾ പെയിന്റ് എടുക്കുന്നതും ഒക്കെ കമ്പനി അവിടെ നിന്ന് നിരീക്ഷിക്കുന്നുണ്ട്. കമ്പനിയുടെ വളർച്ചയിൽ ഒരു പങ്കാളിയാവാൻ നിങ്ങൾക്ക് സാധിച്ചത് കൊണ്ട് കമ്പനി എന്ത് ചെയ്യുന്നു? കമ്പനി നമുക്കൊരു ക്യാഷ് അവാർഡ് തരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഏതൊക്കെ രീതിയിലാണ് കമ്പനി നമ്മുടെ ജീവിത ചെലവിനെ മാറ്റിമറിക്കുന്നത്. മിനിമം 30,000 രൂപ വരെ ക്യാഷ് അവാർഡ് കിട്ടാനുള്ള ഒരു അർഹത നമുക്കുണ്ട്. ഓരോ 6 മാസവും പ്രൊവൈഡഡ്, അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. അത്രേ കണ്ടീഷൻ പറയുന്നുള്ള കമ്പനി. സ്ഥിരമായിട്ട് ചെയ്യുക, സ്ഥിരതയോടുകൂടി ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലെ, നമ്മളൊക്കെ സ്ഥിരതയുള്ള ആൾക്കാരെ, ഇവിടെ ഇരിക്കുന്ന 692 പേര് സ്ഥിരതയുള്ള ആൾക്കാരാ. അപ്പൊ കമ്പനി എത്ര ആവശ്യപ്പെടുന്നുള്ള സ്ഥിരതയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇനി നമ്മുടെ നാട്ടിൻപുറത്തുള്ള കടയെ പറ്റിയിട്ട് എത്ര നല്ല സർവീസ് ആണെങ്കിലും നമ്മൾ 10 പേരോട് പറഞ്ഞു കഴിഞ്ഞാലും, ഞാൻ ആ ചേട്ടനോട് ചെന്ന് പറയണം, വർഗീസ് ചേട്ടാ ഞങ്ങളെ കടയെ പറ്റിയിട്ട് ഒരു 4-5 പേരോടൊക്കെ പറഞ്ഞിട്ട് അടുത്ത വട്ടം ഞാൻ വരുമ്പോൾ ഒരു ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞാൽ ആൾ ചിരിക്കും. നല്ല കാര്യം, ആലോചിക്കാമെന്ന് മാത്രമേ പറയുള്ളൂ, തരുമൊന്നുമില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ RCMന്റെ ഷോപ്പ് നല്ലതാണ്, RCMന്റെ പ്രൊഡക്റ്റ് നല്ലതാണ്, RCMലൂടെ നിങ്ങളുടെ ബെനിഫിറ്റ് എന്താണ് എന്നുള്ളത് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഷെയറിങ് കിട്ടും, പ്രൊമോഷൻ കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ പ്രൊമോഷനിലൂടെ ഒരു വലിയൊരു കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. ആ കമ്മീഷൻ ഏത് അറ്റം വരെ വേണമെങ്കിലും പോകും. അതാണ് അതിന്റെ രസം. 25 ലക്ഷത്തിന് മേലെ, 50 ലക്ഷത്തിന് മേലെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. അത് പടിപടിയായിട്ട് കിട്ടും. നമ്മുടെ വളർച്ചയുടെ കൂടെ നമ്മുടെ പ്രൊമോഷൻ എത്ര ശക്തമാവുന്നു, നമ്മുടെ ടീമിൽ വരുന്ന ആൾക്കാരുടെ പ്രൊമോഷൻ എത്ര ശക്തമാവുന്നു, അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് പോകും. എത്ര കാലമായിട്ട് മമ്മൂട്ടിനെയും മോഹൻലാലിനെയും ദിലീപിനെയും പൃഥ്വിരാജിനെയും ഒക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുക, എത്ര കാലമായിട്ട് കല്യാണരാമിനെയും അതുപോലെ തന്നെ യൂസഫ് അലീനെയും ഒക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുക. നന്നാക്കിക്കോളൂ, വേണ്ടാന്ന് എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നന്നാവണ്ടേ, എന്തെങ്കിലുമൊക്കെ നമുക്കും വളരണ്ടേ, എന്തെങ്കിലുമൊക്കെ അവരുടെ ലെവലിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കൂ. നാട്ടുകാർക്ക് ഗുണം ചെയ്യുന്നതോ ഇസ്രായേലിന് ഗുണം ചെയ്യുന്നതോ പലസ്തീനെ യുദ്ധം ചെയ്യുന്നതോ അല്ല. നമ്മളെ പറ്റി, നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കുക. ഇനി ഒരു ട്രഡീഷണൽ മാർക്കറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഉൽപ്പന്നം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാഫിനോട് ചോദിച്ചാൽ അവൻ വേറൊരു സ്റ്റാഫിനോട് ചോദിക്കാൻ പോയി ഇത് എന്താന്നുള്ളത്. പിന്നെ ആ 2 സ്റ്റാഫിനും കാണില്ല, നമ്മൾ പിന്നെ ആ പ്രൊഡക്റ്റ് അവിടെ വെച്ച് പോകും. പക്ഷേ ഇവിടെ ഇന്ന് RCMന്റെ ഏത് ഔട്ട്ലെറ്റിലേക്ക് നിങ്ങൾ ചെന്നോളൂ, ആ പ്രൊഡക്റ്റിനെ പറ്റി കീറി മുറിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ അവിടെ ആൾക്കാർ റെഡിയാണ്. ഇൻഡെപ്ത് ആയിട്ട് എന്താണ് വേണ്ടത്, എങ്ങനെയാണ്. ഇനി അവർക്ക് പറഞ്ഞു തരാൻ അറിയില്ലെങ്കിലും അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് തരാൻ അവർ റെഡി ആയിരിക്കും. അതിന്റെ യൂട്യൂബ് ലിങ്ക് നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോ ഇത്രയും കാര്യങ്ങള് ഒരു ചെറിയൊരു കട നമുക്ക് ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഫസ്റ്റ് പർച്ചേസിൽ തന്നെ ഡിസ്കൗണ്ട് തരുന്നുണ്ട്, ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, ക്യാഷ് റിവാർഡ് കിട്ടുന്നുണ്ട്, ആരോടെങ്കിലും 4 പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷൻ കിട്ടുന്നുണ്ട്, പ്രൊഡക്റ്റ് നോളജ് കിട്ടുന്നുണ്ട്. ഇനി ട്രഡീഷണൽ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉയർന്ന ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിന് ഉയർന്ന വിലയായിരിക്കും. ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും, അവിടെ ലോ വിലയായിരിക്കും. ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ RCMലേക്ക് വരുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കിട്ടുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ മുംബൈയിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ ന്യൂട്രിചാർജിനെ പറ്റിയിട്ട് ഏകദേശം ഒരു 35 മിനിറ്റ് ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്റെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരു ലേഡി, അവർ വേറൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ചെയ്യാണ്. അവരെന്നോട് വന്ന് ആദ്യം ചോദിച്ച കാര്യം, എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വിൽക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. നമുക്ക് പക്ഷെ അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് അത് ഹ്യൂജ്ലി പ്രൈസ്ഡ് ആണ്, ഹൈലി പ്രൈസ്ഡ് അല്ല സുഹൃത്തുക്കളെ. നിങ്ങൾ വേറെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ എടുത്തു നോക്കൂ, പഠിച്ചു നോക്കൂ. അവരുടെ പ്രൊഡക്റ്റുകളുടെ റേഞ്ച് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ ആ ഭാഗത്തേക്ക് നല്ല പരിസര ജില്ലയിലേക്ക് വരെ പോയില്ല. പക്ഷെ ഇവിടെ ഏതൊരു സാധാരണക്കാരനിലേക്കും അത് എത്തിക്കണം ഒരു നിർബന്ധത്തോട് കൂടിയിട്ടാണ് അതിന്റെ പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത്.
ഇനി ഒരു ട്രഡീഷണൽ മാർക്കറ്റിൽ പോയി നമ്മൾ സാധനം മേടിച്ചു, അവര് തിരിച്ചു വിളിക്കാനൊന്നും പോകുന്നില്ല, സാറേ സർവീസ് ഒന്നായിരുന്നു ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ സർവീസ് നല്ലതാ. ആരാണോ നിങ്ങൾ അവിടേക്ക് കൊണ്ടുവന്നത് അദ്ദേഹം നിങ്ങളെ തിരിച്ചു വിളിച്ച് ചോദിക്കും ആ ഷോപ്പിന്റെ സർവീസ് എങ്ങനെയാണ് എന്റെ സർവീസ് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ഫീഡ്ബാക്ക് കറക്റ്റ് ആയിട്ട് എടുക്കും. അവരെ ഫോളോ അപ്പ് ചെയ്യും. ഫോളോ അപ്പ് ചെയ്ത് അവരെ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് ഒരു ബിസിനസ് തലത്തിലേക്ക് ഉയർത്തി അവരുടെ ജീവിതത്തിലേക്ക് ഒരു വിജയം എത്തിക്കാനുള്ള ഒരു പരിശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഏത് ട്രഡീഷണൽ മാർക്കറ്റിലെ കടക്കാരനെ വിചാരിക്കുക മറ്റൊരാളുടെ ലൈഫിൽ നല്ലത് വരണമെന്ന്? അവൻ വിചാരിക്കേണ്ട എന്റെ ലൈഫിൽ നല്ലത് വരുന്നതാണ്. പക്ഷെ ഈ സിസ്റ്റത്തിന്റെ ബ്യൂട്ടി എന്താണ്? നമുക്ക് മറ്റൊരാളെ വളർത്തിയാലേ നമുക്ക് വളരാൻ സാധിക്കുള്ളൂ. സോ സേവിങ്സ് ത്രൂ പർച്ചേസിങ്. ഇത്രയും കാലത്തിനിടയിൽ വെച്ച് നമ്മൾ പല ജോലികൾ ചെയ്തു, പല കടകൾ മാറ്റി, പല പ്രൊഡക്റ്റുകൾ മാറ്റി ജീവിതത്തിൽ ഇന്നേ വരെ സേവിങ്സ് ഉണ്ടാക്കാൻ സാധിച്ചിട്ട്. പക്ഷേ RCM വന്നിട്ട് ആദ്യത്തെ മാസം ഒരു 100 രൂപ കിട്ടിയെങ്കിൽ പോലും ദാറ്റ് ഈസ് എ സേവിങ്. അത് നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്. കാരണം ഇന്നേ വരെ ഒരു കടക്കാരനും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടും തരാത്തൊന്ന് RCM വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ ബേസിക് കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങളുടെ ചെലവ് ചുരുക്കാൻ ഈ ബിസിനസ്സിന്, ഈ ഒരു RCM പ്രസ്ഥാനത്തിന് ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ പോലും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം വന്നിട്ടില്ല. ജസ്റ്റ് പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ജസ്റ്റ് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. മാർക്കറ്റിംഗ് പ്ലാൻ പോലും പറഞ്ഞിട്ടില്ല. അത് പറയാതെ തന്നെ ഇത്രയും ചെലവ് ചുരുങ്ങി, മെഡിക്കൽ ചെലവുകൾ ചുരുങ്ങി, ആരോഗ്യ പ്രശ്നങ്ങൾ ചുരുങ്ങി, നമുക്ക് സേവിങ്സ് കിട്ടി തുടങ്ങി. ഒരു ഉപഭോക്താവായിട്ട് നിന്നിട്ട് പോലും നമുക്ക് ഏകദേശം 10,000 മേലെ 10,000 രൂപയ്ക്ക് മിനിമം നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് എടുക്കാനുള്ള അർഹതയുണ്ട്. അതും ഈ ബ്രഷ് എടുക്കുമ്പോൾ പേസ്റ്റ് ഫ്രീ എന്നുള്ളതല്ല പറയുന്നത്, എന്ത് വേണമെങ്കിലും എടുക്കാന്നാ പറയുന്നത്. എന്ത് വേണമെങ്കിലും എടുക്കാം. ക്യാഷ് അവാർഡ് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ണ് തുറന്ന് കാണണം സേവിങ്സ് ത്രൂ പർച്ചേസിങ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആണ് ഈ കഴിഞ്ഞ 24 കൊല്ലത്തിനിടയിൽ കമ്പനി നമുക്ക് എന്തൊക്കെ തന്നു എന്നുള്ള ഒരു വിശകലനമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സേവിങ്സ് ത്രൂ പർച്ചേസിങ്. എന്റെ സ്വപ്നങ്ങൾ വലുതാണ്, നേടിയെടുക്കേണ്ട കാര്യങ്ങളും അതിന്റെ അളവും വളരെ വലുതാണ്. അതുകൊണ്ട് ഞാൻ എന്തായിരിക്കും നിങ്ങൾ ഓരോരുത്തരെയും അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സെഷനിലൂടെ ഇവിടെ ഇരിക്കുന്ന ഈ വ്യക്തികളിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ചെറിയൊരു വിരൽ അനക്കിക്കൊണ്ട് ഒരു പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ഒരു തോന്നൽ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ഉള്ളിലേക്ക് ചെറിയ രീതിയിലെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് RCM ശരിക്കും ഉൾക്കൊള്ളാൻ ഇന്നത്തെ ഒരു സെഷൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഐ വിൽ ബി ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നം കാണുക, സ്വപ്നം കാണാൻ പഠിക്കുക, സ്വപ്നം കാണിക്കാൻ പഠിപ്പിക്കുക, ആ സ്വപ്നത്തെ നേടിയെടുക്കാൻ പഠിപ്പിക്കുക. അത് നിങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് RCM, ഗുഡ് RCM, ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച്.